ഓപ്പൺ ചേച്ചി നൈസ് തരും. നമ്മുടെ ബസ് യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ട്. നൈറയുണ്ട്, നൈറയ്ക്കുണ്ട്. മേടിക്കാൻ പോകും ചാനൽ കാശ് കൊടുത്ത് മേടിച്ചത്. എടാ നീ ആയതുകൊണ്ട് അറിയൊന്നും വേണ്ട. നാട്ടിലെ ഒരു 10 ലക്ഷം രൂപ ചാനൽ ഒറ്റ വില. ഇതാ പറയുന്നു യൂട്യൂബ് ചാനൽ പോണോ അതിലോട്ട് ഒന്ന് കറങ്ങിട്ട് വരാം. ഇതിനല്ല നമ്മൾ വന്നതല്ല. അല്ലല്ല ഇതിലല്ല. ഇത് അവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. ഇതാണ് അഹമ്മദി പാർക്ക്. ഇവിടെ മറ്റേ ഇത് കഴിയുമ്പോൾ ഇവിടെ മൊത്തം മരമാണ്. നല്ല റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ അകത്തോ ഇതിനകത്ത് അഹമ്മദി പാർക്ക് സ്റ്റാർബക്സ് ഒക്കെ ആണ്. സ്റ്റാർബക്സിന്റെ വലിയൊരു ഇതുണ്ട്. നമ്മളൊരു ബസ്സിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. അത് എന്തോ സ്ഥലം മാറ്റി വന്ന് കയറിയതല്ലോ നമ്മൾ ഇത് ഇവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോ. ഞാൻ വണ്ടി സ്ലോആയിട്ട് വിട്ടുതരാം. സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോ. ഞാൻ വിട്ടുതരാം. വീഡിയോ എടുക്കാം. എടാ ഗ്ലാസിനോട് ചേർത്ത് വെക്ക്. എന്നാ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പറ്റീഷൻ ന്യൂ ഇയറിന്റെ ഞാൻ തുറന്നു കൊടുത്തതാ. ഫോട്ടോ എടുക്കാൻ വേണ്ടി തുറന്നു എനിക്ക് പനി പിടിക്കുന്നോളെ. ഞാൻ ഇല്ലാതായി പോയാ പിന്നെ എല്ലാം പോയി ആച്ചാ. സൈന ഒരു സെക്കൻഡ് കൊണ്ട് പനി വരത്തില്ല. ജാക്കറ്റ് ഇടാതെ വന്നു കഴിഞ്ഞാൽ പനി വരും. ജാക്കറ്റ് ഇടാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞോണ്ട് നിർബന്ധിച്ചേ ഇടിച്ചല്ലേ. അന്നേരം നിനക്ക് പനി വരത്തില്ലായിരുന്നു. ഒരു സെക്കൻഡ് ഗ്ലാസ് കാത്തപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാത്ത വർത്താനം പറയരുത്. അത് കേൾക്കത്തില്ല. ഒരു സെക്കൻഡ് ഗ്ലാസ് കൊച്ചിന് വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തുക. ആ ഷൈനിയും ആ രണ്ട് പിള്ളേരും ഇതെന്താ ട്രെയിനിന്റെ അടിയിൽ അവരുടെ ആദ്യത്തെ ഓഫീസാണ് വേണ്ടാ വേണ്ടാത്ത ഡയലോഗ് അടിക്കാൻ കൊട കണ്ടോ? കണ്ടോ? ഇതിനകത്തൂടെ നടന്ന ആൾക്കാർ നടുക്ക് നിന്ന് ഫോട്ടോ ഉണ്ടോ? ആർക്ക് പലതും പറയും. കുട്ടി അതിനകത്തൊന്ന് സെറിന് കൊടുക്കണേ. ഇവിടെ എല്ലാം ഉണ്ട്. ധ്യാനമൊക്കെ വരുമ്പോ എവിടെ ഇതിനകത്തൊക്കെ ഇങ്ങനെ സിറ്റിംഗ് മറ്റേ ഇത് ടി വി വെക്കുവാ. വലിയ ധ്യാനം വരുന്ന ചിറ്റിക്കുട്ട അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ണാടി ഇതുകൂടെ വരുന്നതുകൊണ്ട് വീഡിയോ ക്ലിയർ ആവത്തില്ല. അത് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തന്നു, രണ്ട് പറഞ്ഞു അത് മനസ്സിലാവത്തില്ല. പിന്നെ എന്താ പറയണ്ടേ? മെയിൻ ഓഫീസാണ്. അതുണ്ടോ? ക്യാരൻസ് ഉണ്ട്, ക്യാരൻസ് ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, പിസ്സ എക്സ്പ്രസ് ഉണ്ട്, ഷേക്ക് ഷാക്ക് ഉണ്ട്. ഇതൊരു ബർഗർ പീസ്.
പണ്ട് അമേരിക്കക്കാർ വന്നപ്പോൾ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടേക്കുന്നുണ്ടാണ്. അമേരിക്കക്കാർ ഇത്രയും ദൂരെ അമേരിക്കൻ ആണല്ലോ ഇവിടെ ഓയിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ അവരിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെ താമസവും നല്ല സെറ്റപ്പായിട്ടാണ് അവർക്ക്. അവരെല്ലാ ക്വാർട്ടേഴ്സും കാര്യങ്ങളും